ഇറാൻ സംഘർഷത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ഉടമ്പടി അന്തിമഘട്ടത്തിലെത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടെ കടുത്ത നിലപാടുമായി ഇറാൻ പാർലമെന്റ് അംഗം മഹ്മൂദ് നബവിയൻ രംഗത്ത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ഏത് കരാറും രാജ്യത്തിന്റെ വിജയത്തെ പരാജയമാക്കി മാറ്റുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ലോകം കാത്തിരിക്കുമ്പോഴാണ് നബവിയന്റെ ഈ പ്രസ്താവന ചർച്ചയാകുന്നത്. ഇറാൻ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഈ കരാറിന്റെ ഭാഗമായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഇറാൻ പാർലമെന്റ് അംഗമായ മഹ്മൂദ് നബവിയൻ വ്യക്തമാക്കിയതനുസരിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സാമ്പത്തിക സുസ്ഥിരതയെയും മുൻനിർത്തിക്കൊണ്ടുള്ള കടുത്ത നിബന്ധനകൾ അംഗീകരിക്കാതെ ഒരു സമാധാന കരാറിലേക്കും ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാനിയൻ പരമാധികാരമാണ്. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള അവകാശം തങ്ങൾക്ക് വേണമെന്ന് ഇറാൻ പറയുന്നു. ഇതിനു പുറമെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സാമ്പത്തിക ഉപരോധങ്ങളും പൂർണ്ണമായും പിൻവലിക്കണമെന്നത് കരാറിന്റെ അവിഭാജ്യ ഘടകമായി അവർ ഉയർത്തിക്കാട്ടുന്നു. കൂടാതെ കഴിഞ്ഞകാലം യുദ്ധങ്ങളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാനു നേരിടേണ്ടി വന്ന സാമ്പത്തികവും അല്ലാത്തതുമായ നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്നും വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട ഇറാനിയൻ സ്വത്തുക്കളും ഫണ്ടുകളും ഘട്ടം ഘട്ടമായി തിരികെ നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ആണവ നയത്തെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ പദ്ധതികളിൽ അമേരിക്ക ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ പാടില്ലെന്നും മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് അറുതി വരുത്താൻ അമേരിക്കൻ സൈന്യം ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നും ഇറാൻ വളരെ കർശനമായി നിഷ്കർഷിക്കുന്നു. ചുരുക്കത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഉപാധികളിൽ വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കാതെ ഒപ്പുവെക്കുന്ന ഏത് കരാറും ഇറാൻ ജനതയുടെ വിജയത്തെ പരാജയമാക്കി മാറ്റുമെന്നതാണ് മഹ്മൂദ് നബവിയന്റെ നിലപാട്. ഇറാൻ സമാധാന ചർച്ചകൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. നയതന്ത്ര തലത്തിൽ നടക്കുന്ന ചർച്ചകളിലെ തീരുമാനങ്ങളെ നിരുപാധികം പിന്തുണയ്ക്കണമെന്ന് ജനങ്ങളോടും രാഷ്ട്രീയ നിരീക്ഷകരോടും ആഹ്വാനം ചെയ്ത അദ്ദേഹം രാജ്യമെടുക്കുന്ന ഏത് തീരുമാനവും സുപ്രീം കൗൺസിലിന്റെയും പരമോന്നത നേതാവിന്റെയും പൂർണ്ണമായ അംഗീകാരത്തിന് വിധേയമാക്കിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി. ഇത്തരമൊരു പരാമർശത്തിലൂടെ കരാറുകളിലും ചർച്ചകളിലും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് ശക്തമായ ഒരു താക്കീത് നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ദൂരീകരിക്കുന്നതിനായി ഇറാന്റെ ആണവ നയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാടും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ലെന്നും രാജ്യത്തിന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇറാനിലെ ഭരണകൂടത്തിന്റെ ഒത്തൊരുമയും സുതാര്യതയും ലോകത്തിന് ബോധ്യപ്പെടുത്താനും അമേരിക്കയുമായുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്താനുമാണ് പ്രസിഡന്റ് പെസഷ്കിയാൻ ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാൻ നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം രചിക്കാനുതകുന്ന നിർണായകമായ സമാധാന ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും തിടുക്കപ്പെട്ട അമിത പ്രതീക്ഷയോടെ ഒരു തീരുമാനത്തിലേക്ക് എടുത്തു ചാടേണ്ടതില്ലെന്ന ജാഗ്രത നിർഭരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ നയതന്ത്ര പ്രക്രിയയിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ മേഖലയിലെ നിരവധി സ്വാധീന ശക്തികളായ രാജ്യങ്ങൾ സജീവമായി മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്നത് ഈ ചർച്ചകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മേഖലയിലെ സംഘർഷത്തിന് താൽക്കാലിക ആശ്വാസം പകരുന്നതിനായി 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഈ കരാറിന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാക്കാനും പകരമായി ഇറാനിയൻ എണ്ണ വിപണിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമുള്ള അനുമതി നൽകാനും ചർച്ചകളിൽ വ്യവസ്ഥകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആണവ സമ്പുഷ്ടീകരണം, രാജ്യത്തിന്റെ ആണവായുധ വിരുദ്ധത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ വിഷയങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ സുസ്ഥിരമായ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നതിന് ഇത്തരം സങ്കീർണമായ തടസ്സങ്ങൾ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് നിലവിലെ നയതന്ത്ര യാഥാർത്ഥ്യം. പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര ചർച്ചകൾ അത്യന്തം സങ്കീർണവും അതീവ ഗൗരവമേറിയതുമായ ഒരു പാതയിലൂടെയാണ് മുന്നേറുന്നത്. ഔദ്യോഗികമായി ഇറാൻ മാധ്യമങ്ങൾ ഇത്തരം കരാറുകളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ വളരെ നിർണായകമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അവയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നതും വ്യക്തമാണ്.
എങ്കിലും ഈ സമാധാന ഉടമ്പടി പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന തീവ്ര നിലപാടുകാരുടെ സമ്മർദ്ദങ്ങളും മറുഭാഗത്ത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കർശനമായ ഉപാധികളും ഈ ചർച്ചകളുടെ സുഗമമായ മുന്നോക്കത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ സമാധാന ചർച്ചകളുടെ അന്തിമ ഫലം മധ്യേഷ്യയിലെ മൊത്തത്തിലുള്ള യുദ്ധ സാഹചര്യത്തെയും പ്രത്യേകിച്ച് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെയും വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മേഖലയിൽ ദീർഘകാല സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ അതോ മധ്യേഷ്യൻ രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾ കാരണം സംഘർഷങ്ങൾ കൂടുതൽ ഭയാനകമായ രീതിയിൽ തീവ്രമാകുമോ എന്നത് വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെയും അതിലെ നയതന്ത്ര നീക്കങ്ങളുടെയും ഫലത്തെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കും.